ഗേൾസ് വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ JK. മക്കളെ, ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 ചോദ്യം 20 മാർക്ക് ഉറപ്പാണ്. സെറ്റാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ സമയം കളയുന്നില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാം നമുക്ക് പൊളിച്ചടക്കണം. എല്ലാവർക്കും GBU ഗോഡ് ബ്ലസ് യു. നമ്മൾ ആദ്യത്തെ ചോദ്യം 4ാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് കുറേ എക്സ്പെരിമെന്റുകളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഒരു 8 ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു 8 ചോദ്യം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. കാരണം 20 മാർക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്ന ചോദ്യം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൂളായിട്ടൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. അപ്പൊ AB എന്ന ഒരു കവചിത ചാലകം, ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, അതാണ് AB എന്നൊരു കണ്ടക്ടർ. കവചിത ചാലകം ചിത്രത്തിൽ കാണുന്നത് പോലെ വലയമാക്കി വെച്ചിരിക്കുന്ന ഒരു ലൂപ്പാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ബാറ്ററി ചാലകത്തിന്റെ 2 അഗ്രവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലൂപ്പിന്റെ 2 എൻഡും നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് കാണാൻ പറ്റും. ആദ്യത്തെ ചോദ്യം ABC എന്ന 3 ചോദ്യമാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ A എന്ന ഭാഗത്തും B എന്ന ഭാഗത്തും ചാലകത്തെ ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്തുക. എന്താ കണ്ടെത്തുന്നത്? ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് പോയിന്റ് A ആൻഡ് B. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കി, ഞാൻ സൂം ചെയ്ത് വെക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്രമുള്ള എന്താണ്, ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. എങ്ങനെയാണ് കറണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അതാ കിടക്കുന്നു ഇവിടെ ബാറ്ററി സെല്ല് അല്ലേ. സെല്ലിന്റെ പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ഇതാണ്. എപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്ന പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ ചിത്രത്തിൽ ഞാനിവിടെ സ്വിച്ച് ഓൺ ആക്കുന്നു വിചാരിക്കുക. ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെ പാസ് ചെയ്യുന്നത്? ഇതിലൂടെ വന്ന് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്ന ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻ ടു ദ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇൻ ടു ദ കോയിൽ. കറണ്ട് പാസിങ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ. അങ്ങനെ ഒരു പാട്ടൊക്കെ നമ്മൾ അസ്ത്ര ബാച്ചിലെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് അല്ലേ. കറണ്ട് പാസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് ക്ലോക്ക് വൈസിലല്ലേ, ക്ലോക്കിൽ സൂചി കറങ്ങുന്ന പോലെയല്ലേ. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇൻ ടു ദ കോയിൽ. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇൻ ടു ദ കോയിൽ എന്നാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അറിയോ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് പോലെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കണ്ടെത്താം. അപ്പോൾ വേണമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ. അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കി നോക്കി എന്താണ്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, A എന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, B എന്ന ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് ആണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ എന്താ വരുന്നത്? A എന്ന ഭാഗത്ത് ആന്റി ക്ലോക്ക്. ഞാൻ ഇപ്പൊ തൽക്കാലം AC എഴുതിയ ആന്റി ക്ലോക്ക് ആണ്. B എന്ന ഭാഗത്ത് ഇനി നോക്കിക്കോട്ടെ, ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോണത്? ഇതെങ്ങനെയായിരിക്കും? B എന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ആണ്. B എന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. എന്താണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ A എന്ന ഭാഗത്തും B എന്ന ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? A എന്ന ഭാഗത്ത് ക്ലോക്ക് വൈസും B എന്ന ഭാഗത്ത് ആന്റി ക്ലോക്കുമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കണ്ടെത്താം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് ഒരു ലൂപ്പ് എടുത്തിട്ട്, പെൺകുട്ടികൾക്കൊക്കെ ഈ പരീക്ഷയ്ക്ക് നല്ല സുഖം, ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പോവാം. ആ ഹെയർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അപ്പൊ കണ്ടെത്താൻ പറ്റും. അപ്പൊ നോക്കി, A എന്ന ഭാഗത്ത് ക്ലോക്ക് വൈസും B എന്ന ഭാഗത്ത് ആന്റി ക്ലോക്കും. A എന്ന ഭാഗത്ത് ആന്റി ക്ലോക്കും B എന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ആയിരിക്കും രൂപപ്പെടുക. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി. ഇതിന് സഹായിച്ച നിയമം പ്രസ്താവിക്കാൻ പറഞ്ഞാൽ അതിന്റെ നിയമം ഏതായിരിക്കണം? അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ചാലക വലയത്തിൽ കാന്തിക മണ്ഡല ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക. അല്ലേ, ഈ എക്സ്പ്ലെയിൻ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ കണ്ടക്ടിങ് ലൂപ്പ് അല്ലേ. അപ്പോൾ ഈ ലൂപ്പിൽ എങ്ങനെയാണ്? ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഇൻ ടു ദ കോയിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്തിയിട്ട് സാവധാനം വായിച്ചു നോക്കുക. അല്ലേ, A എന്ന ഭാഗത്ത് ആന്റി ക്ലോക്ക് വൈസും B എന്ന ഭാഗത്ത് ക്ലോക്ക് വൈസാണ്. ഏത് നിയമമാണ് ഉപയോഗിക്കുന്നത്? വലത് കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് റൂളാണ്. ഇനി കറണ്ടിന്റെ ദിശ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ആയതിനാൽ അഭിമുഖീകരിക്കുന്ന വശത്ത് കോയിലിൽ വൈദ്യുതി പ്രയോഗിക്കുന്നത് ക്ലോക്ക് വൈസിലായിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസ് ദിശയിൽ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ഫ്ലക്സ് രേഖ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കോയിലിനുള്ളിലേക്കായിരിക്കും എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ അപ്പം അതിന് സമയം കളയുന്നില്ല, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ 2 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളത്തിന് ഓരോ ചിത്രമാണ്, അത്രേ ഉള്ളൂ. വൈദ്യുതി പ്രവഹിക്കുന്ന AB എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. AB എന്ന കണ്ടക്ടറിന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഇങ്ങനെയാണ്.
ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ഈ ചിത്രത്തിലെ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. അതാ കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ചാലകത്തിലുള്ള വൈദ്യുതപ്രവാഹത്തിന്റെ ദിശ കണ്ടെത്തുക അല്ലെ, സഹായകമായ നിയമം പ്രസ്താവിക്കുക. അത്രയുള്ള എന്താണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി ഈസ് മാർക്ക്ഡ്, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ട് ഇങ്ങോട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്താൻ ഇത്രയുള്ള എന്താണ്, നമ്മളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടക്ടർ ആണെങ്കിൽ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിടിക്കുന്നു. അപ്പൊ തമ്പ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരിക. അപ്പൊ ഈ ചിത്രത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇതാ കണ്ടില്ലേ. അപ്പൊ നോക്കുക, അങ്ങനെ പിടിക്കുന്ന സമയത്ത് തമ്പ് ഇതാ ഇങ്ങോട്ടാണ്, തള്ളവിരൽ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഇങ്ങോട്ട്, തള്ളവിരൽ ഇങ്ങോട്ടാണ്. ഈ തമ്പിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും കറണ്ട് വരിക. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് ഐ എന്ന് കൊടുത്തത്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണ്, കറണ്ട് പാസ് ചെയ്യുന്ന എവിടെ നിന്നാണ്, ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ പേന ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി. തള്ളവിരൽ ഏത് ഭാഗത്തേക്കാണോ അതാണ് ഡയറക്ഷൻ കറണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ അതവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഒറ്റ തവണ വായിച്ചു നോക്കുക. നിങ്ങളതായിട്ടുള്ള രീതിയിൽ എന്ത് എഴുതുക, അല്ലാതെ ഇതേപോലെ കാണാപ്പാടം പഠിച്ച് എഴുതാൻ നിൽക്കരുത്. അപ്പോൾ ഐഡിയ മനസ്സിലാക്കുക. കറണ്ട് പാസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പാനൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ തള്ളവിരൽ അങ്ങോട്ട് പിടിക്കുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങനെ വെച്ചൊക്കെ നമുക്ക് കണ്ടെത്താം. മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ടോട്ടൽ 8 ചോദ്യമാണ് ഇതേപോലത്തെ ചെയ്യേണ്ടത്. അതിൽ മൂന്നാമത്തെ ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ അടുത്തൊരു ചോദ്യം നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. എന്താണ് ചിത്രം? നിരീക്ഷിക്കുക, ഈ ഉപകരണത്തിന്റെ പേര് രേഖപ്പെടുത്തുക. കണ്ടല്ലേ, ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ഡയഗ്രാം. ഈ ചിത്രത്തിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റും, ഇവിടെ നോർത്ത് സൗത്തുള്ള ഒരു മാഗ്നറ്റും, ഇതിന്റെ ഇടയിലുള്ള ഇങ്ങനെ ABCD എന്നുള്ളൊരു ആർമേച്ചറും ഒരു സ്പ്ലിറ്റ് റിങ്ങും വന്നാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. അത് ഏതാണ്? DC മോട്ടോറാണ്. ഏതാണ്? ഒരു ഇലക്ട്രിക് മോട്ടോറാണെന്ന് ഓർത്ത് വയ്ക്കുക. അത് ഏതായിരിക്കണം? ഇലക്ട്രിക് മോട്ടോർ എന്ന് ഓർത്ത് വയ്ക്കുക. ഏതായിരിക്കണം? ഇലക്ട്രിക് മോട്ടോർ. അപ്പൊ ആ മോട്ടോറിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നതാണ്. ഇതിന്റെ ഉപകരണത്തിന് ഇതൊരു DC മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ നോർത്ത് വയ്ക്കുക. രണ്ടാമത്തെ, ആർമേച്ചർ ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങുന്നതിന് X എന്ന അഗ്രത്ത് ബാറ്ററിയുടെ ഏത് ടെർമിനലുമായി ബന്ധിപ്പിക്കണം? ഈ ആർമേച്ചർ, ഈ ABCD എന്നുള്ള ആർമേച്ചറാണ്. അത് എന്ത് ചെയ്യണം? ഏത് ദിശയിലാണ് കറങ്ങേണ്ടത്? ക്ലോക്ക് വൈസിൽ കറങ്ങണം. ക്ലോക്ക് വൈസിൽ കറങ്ങാനാൽ ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ കറങ്ങിയോടെ X എന്ന ഭാഗത്ത് പ്ലസ് ആണോ മൈനസ് ആണോ, Y എന്ന ഭാഗത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കണ്ടെത്തണം. അത് കണ്ടെത്താൻ ഞങ്ങൾക്ക് ഒരു സിമ്പിൾ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇങ്ങനെ ലൈനൊക്കെ പകരം ഞാൻ ഇവിടെ ഒരു നോർത്തും സൗത്തും എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ABCD അപ്പോൾ ABCD എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ എക്സും ഇവിടെ വൈയും കൊടുത്തു. കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടുന്നാണെങ്കിൽ X ഇവിടെയാണ് പോസിറ്റീവ് എന്ന് വിചാരിക്കുക. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ കറണ്ട് ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കറണ്ട് എങ്ങനെ വരുന്നത്? ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടെത്താൻ ഞാൻ എളുപ്പം നോക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇവിടെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട്, അപ്പോൾ ഇവിടെ തമ്പ് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. കറണ്ട് CD എന്ന ഭാഗത്തേക്ക് കറണ്ട് സിയിൽ നിന്ന് ഡിയിലേക്കാണ് കറണ്ട് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, അപ്പോൾ തമ്പ് മുകളിലേക്ക്. അപ്പോൾ ഈ CD എന്ന ഭാഗം ഇങ്ങോട്ടാണ് ചലിക്കുന്നത്, അതായത് ആൻറ്റി ക്ലോക്കാണ്. അപ്പോൾ ഈ Xൽ പോസിറ്റീവ് വന്നാൽ ഇങ്ങനെയാണ് പോകുക. അപ്പോൾ ഈ ആൻറ്റി ക്ലോക്കാണ്. നമ്മളോട് ചോദ്യം പറഞ്ഞതാണ്, ഈ X ഇപ്പം ഈ ചിത്രത്തിൽ ആൻറ്റി ക്ലോക്കാണ്. നമ്മളോട് പറഞ്ഞ ഈ ചിത്രത്തിൽ ക്ലോക്ക് വൈസ് കറങ്ങണമെങ്കിൽ Xൽ അപ്പോൾ ഏത് കൊടുക്കേണ്ടി വരും? ഇവിടെ ഓൾറെഡി പ്ലസ് കൊടുത്തപ്പോൾ ആൻറ്റി ക്ലോക്കാണ്. അപ്പോൾ Xൽ നെഗറ്റീവ് കൊടുത്താൽ ക്ലോക്ക് വൈസ് ആവുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചിത്രം കാണിച്ചത്. അപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ പ്ലസും ഇവിടെ നെഗറ്റീവും കൊടുക്കുന്നു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. C to D ആണ് കറണ്ട് പാസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, അപ്പോൾ തമ്പ് താഴത്തേക്കാണ് വരിക. അപ്പോൾ ഈ ഭാഗം താഴത്തേക്കാണ്, അത് ഇങ്ങനെ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ക്ലോക്ക് വൈസിൽ കറങ്ങണമെങ്കിൽ X ഏതുമായിട്ട് കണക്ട് ചെയ്യണം? നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടെത്തണം കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, പക്ഷേ നിങ്ങളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഈ ഉപകരണത്തിൻ്റെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ്. അതായത് ഈ ചിത്രത്തിൽ AB എന്ന ഭാഗത്തും CD എന്ന ഭാഗത്തും കറണ്ടിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കണം.
AB എന്ന ഭാഗത്തേക്ക് ഒരു ദിശയിലും CD എന്ന ഭാഗത്തേക്ക് ഒരു ദിശയിലേക്കും എന്ത് ചെയ്യണം, കറണ്ടിന്റെ ഡയറക്ഷൻ മാറണം. അങ്ങനെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്ററിംഗ് ഉപയോഗിക്കുന്നത്. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷം 6 മേച്ചിലുള്ള കറണ്ടിന്റെ ദിശ AB എന്ന ഭാഗത്തും CD എന്ന വശത്തും വ്യത്യാസപ്പെടുത്തുന്നതിനാണ് സ്പ്ലിറ്ററിംഗ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത നാലാമത്തൊരു ചോദ്യം, കിഡിലോസ്കി ആയിട്ടുള്ള നാലാമത്തൊരു ചോദ്യം. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം മക്കളെ. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ 2-3 തവണകൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. പ്ലസ് അതോടൊപ്പം നമ്മളെ ലൈവ് ക്ലാസ് കൂടി കാണുക. ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷ നമുക്ക് സെറ്റാക്കാം. ഇനി അടുത്തൊരു ചോദ്യം, ഒരു കാന്തസൂചിക്ക് മുകളിൽ അതിന് സമാന്തരമായ ഒരു ചാലകം വെച്ചിരിക്കുന്നത്. ആ ചിത്രം ഇതാണ് മാഗ്നറ്റിക് നീഡിൽ. അതിന് പാരലായിട്ടൊരു കണ്ടക്ടറും വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കിയാൽ കാന്തസൂചി വിഭ്രംശിക്കാൻ കാരണമെന്ത്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ വിഭ്രംശത്തിന് ദിശ വിപരീതമാക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്ത് അതിനെ ചുറ്റുഭാഗത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ഈ താഴെയുള്ള കാന്തസൂചിയുടെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിപ്പിൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി ഈ വിഭ്രംശത്തിന് ദിശ മാറ്റാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സെല്ല് തിരിച്ച് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, മൈനസ് ആക്കുക, ഇവിടെ പ്ലസ് ആക്കുക. അപ്പോൾ ബാറ്ററിയുടെ പൊളാരിറ്റി അല്ലെങ്കിൽ പോളുകൾ തമ്മിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇവിടെ മാഗ്നറ്റിക് നീഡിൽ താഴത്താണെങ്കിൽ പകരം എന്ത് ചെയ്യുക, മുകളിലേക്ക് വയ്ക്കുക. ഒന്ന് ബിലോ ദ കണ്ടക്ടറും എബോ ദ കണ്ടക്ടറും ആക്കി മാറ്റുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിക് നീഡിൽ. കണ്ടില്ലേ? അപ്പോൾ കറണ്ടിൻ്റെ ദിശ വ്യത്യാസപ്പെടുത്തുക, ചാലകം സൂചിയുടെ താഴെയായി ക്രമീകരിക്കുക. ഇപ്പോൾ താഴെയുള്ളത് എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് മാറ്റുക. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ 2 ചോദ്യങ്ങൾ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അതോടൊപ്പം തന്നെ ഓർത്ത് വയ്ക്കുക, നമുക്ക് SCRT ഇറക്കിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ABC എന്നുള്ള 3 ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്. അതിലുള്ള ചോദ്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ടിടും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. ഒരു മടിയും കാണിക്കരുത്. ഇനി അടുത്ത വീണ്ടും നമുക്ക് ഇതേപോലത്തെ ഒരു ചിത്രത്തിന് ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് നമ്മളെ ചോദ്യം? ഇതേപോലെ 2 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കിയാൽ ഓരോ സന്ദർഭത്തിലും കാന്തസൂചിയുടെ നോർത്ത് പോൾ വിഭ്രംശിക്കുന്നത് ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്കിലാണോ? ഉത്തരം സാധൂകരിക്കുക. ഇത് ഏറ്റവും സിമ്പിൾ. ഇതൊക്കെ നമുക്കൊരു സ്വിമ്മിംഗ് റൂളോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചൊക്കെ കണ്ടെത്താം. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബ്ലണ്ടർ ട്രിക്കാണ്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനും മാർക്ക് കിട്ടാനും ഒരു ഈസി മെത്തേഡാണ്. നോക്കിക്കോ, ഇവിടെ ഞാൻ സ്വിച്ച് ഓൺ ആക്കി, ഇവിടെയും ഞാൻ സ്വിച്ച് ഓൺ ആക്കി. ചിത്രത്തിന്റെ വ്യത്യാസം ശരിക്കും ഓർത്തേക്ക്. എന്താണ്, ഇവിടെയാണ് പ്ലസ്, പക്ഷെ ഇവിടെ മൈനസ് ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആന്റി ക്ലോക്ക്. കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആന്റി ക്ലോക്ക്. രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെയാണ് പ്ലസ്, അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് എങ്ങനെ, ക്ലോക്ക് വൈസ്. അപ്പൊ ഈ ചിത്രത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് ആണ്, ഈ ചിത്രത്തിൽ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ആന്റി ക്ലോക്ക്. സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. നോക്കിക്കോളൂ, എന്താണ്, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ക്ലോക്ക് വൈസ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഓർത്തേക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്, കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ആന്റി ക്ലോക്ക്. കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴത്തെ മാഗ്നറ്റിക് നീഡിലും ക്ലോക്ക് വൈസ്. ഇത്രയുള്ള ആൻസർ. ഉത്തരം സാധൂകരിക്കുക. ഞാൻ ഇവിടെ ആൻസർ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചാലകത്തിൽ വൈദ്യുതപ്രവാഹത്തിന് ദിശ മാറുമ്പോൾ കാന്തിക മണ്ഡലത്തിന് ദിശ എന്ത് ചെയ്യുന്നു, മാറുന്നു എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലത് കൈ പെരുവിരലിനെ ഉപയോഗിച്ച് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ആംബിയർ സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈസി മെത്തേഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തുതരാം. ഞങ്ങൾ അസ്ത്ര ബാച്ചിൽ, നമ്മളെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ഞാൻ ഇതൊക്കെ ഒരു പാർട്ടായിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ കൂട്ടുകാർക്കൊക്കെ വളരെ സിമ്പിളായിരിക്കും. ആൻറ്റി ക്ലോക്കോ നീഡിൽ ബിലോ ദ കണ്ടക്ടർ, അപ്പ് ആൻഡ് ഡൗൺ സി, കുത്തനെയാണ് കണ്ടക്ടർ, കറണ്ട് പാസിംഗ് ക്ലോക്ക് വൈസ് ഇൻ ടു ദ കോയിൽ കണ്ടക്ടർ, കറണ്ട് പാസിംഗ് ആന്റി ക്ലോക്ക്, കോയിൽ നിന്ന് പുറത്തേക്ക്, ഓ സൈലം ഓ ജെ കെ. ഇങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സെറ്റാണ്. അപ്പോൾ ഇല്ലാത്ത കൂട്ടുകാരെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു കിഡിലോസ്കി ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം തരും. ഈ ചിത്രത്തിന് ബേസ് ആയിട്ടുള്ള ചോദ്യം വരും. അപ്പോൾ എന്താണ്, AB എന്നത് ഒരു ചെമ്പ് കമ്പിയാണ്. ഇവിടെ AB എന്നൊരു ചെമ്പ് കമ്പിയാണ്. ഒരു കാന്തത്തിന്റെ സൗത്ത് പോൾ മുകളിൽ വെച്ചിരിക്കുന്നു. ഒരു കാന്തത്തിന്റെ സൗത്ത് പോളാണ് മുകളിൽ വന്നിട്ടുള്ളത്.
അതേപോലെ ആ ഷീറ്റിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 ചെമ്പ് കമ്പികളുടെ മുകളിൽ AB ക്രമീകരിക്കുന്നു. സ്വിച്ച് ഓൺ ആക്കിയ ചെമ്പ് കമ്പി ഏത് ദിശയിലേക്ക് ഉരുളുന്നു? ക്യൂയിലേക്ക് അല്ലെങ്കിൽ പിയിലേക്ക്. കറണ്ടിന്റെ ദിശ വിപരീതമാക്കിയാലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിലൊരു ചിത്രം വേറെ സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നോർത്ത് തന്നിട്ടുണ്ട്. ഇവിടെ നോർത്ത് തന്നിട്ടുണ്ട്. ഒരു താഴെ ഈ ഒരു ഷീറ്റിന്റെ താഴെ ഒരു നോർത്ത് പോലുള്ള ഒരു മാഗ്നറ്റ് തന്നാൽ ജസ്റ്റ് നിങ്ങൾ നോർത്ത് വയ്ക്കുക. നോർത്ത് തന്നാൽ ജസ്റ്റ് നിങ്ങൾ നോർത്ത് വയ്ക്കേണ്ട എന്താ അറിയോ? ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തുക. ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്താൻ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴെയുള്ള സൗത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചൂണ്ടുവിരൽ മുകളിലേക്ക് വെക്കുന്നത്. കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എ ടു ബി, മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്. അപ്പോൾ തമ്പ് ഇങ്ങോട്ട് കണ്ടല്ലേ, ഈ ചിത്രത്തിൽ തമ്പ് ഇങ്ങോട്ട്. അതുകൊണ്ട് മുകൾ ഭാഗത്ത് നോർത്ത് വന്നാൽ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു? ക്യൂയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ നോർത്ത് ആണോ തന്ന്? അല്ല, സൗത്ത്. അപ്പോൾ സൗത്ത് ആകുമ്പോൾ ചൂണ്ടുവിരൽ ഇതിലേക്ക് ചൂണ്ടണം, കറണ്ട് ഇങ്ങോട്ടും വരും, തമ്പ് ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു? പി ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഒന്നും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞാനൊരു വെറുതെ ഒരു കോഡ് പറഞ്ഞുതരാം. മുകളിൽ സൗത്ത് വന്നു എന്ന് വിചാരിക്കുക, കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഐ എന്ന് കൊടുത്തു വിചാരിക്കുക, ഇവിടെ ഐ എന്ന് കൊടുത്തു വിചാരിക്കുക. കറണ്ട് ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക്, ABI എന്ന് കൊടുത്ത് വയ്ക്കാം. എസ് എന്ന് പറഞ്ഞാൽ മുകളിൽ സൗത്ത് വന്നു. അപ്പോൾ എന്താണ്? അബി സന്തോഷം വന്നാൽ, വെറുതെ കേട്ടോ, സന്തോഷം വന്നാൽ എബി എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. ഇത് വെറുതെ ഒരു ബ്ലണ്ടർ ട്രിക്കാണ്, ഒന്നുമില്ല. എന്താണ്? മുകളിൽ എസ് വന്നാൽ എന്താണ്? സന്തോഷം വന്നാൽ എബി എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. അതായത് പിയിലേക്ക് നീങ്ങുന്നു എന്നർത്ഥം. ഇനി കറണ്ടിന്റെ ദിശ മാറ്റിയാൽ എന്താ സംഭവിക്കുക? ഇപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ കറണ്ട് ദിശ മാറ്റി എന്താ സംഭവിക്കുക? കറണ്ട് ദിശ മാറ്റിയാൽ അത് ക്യൂയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സാധനം മനസ്സിലാക്കിയാൽ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കറണ്ടിന്റെ ദിശ മാറ്റിയാൽ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഈ ചിത്രത്തിലും ഇവിടെ ഈ ഒരു മാഗ്നറ്റിക് ഈ ഒരു AB എന്നുള്ള കണ്ടക്ടർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ഇവിടെ കറണ്ട് ദിശ മാറ്റിക്കഴിഞ്ഞാൽ പിയിലേക്ക് മൂവ് ചെയ്യുന്നു ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ രണ്ട് ചിത്രം, മുകളിൽ നോർത്ത് വന്നാൽ ചൂണ്ടുവിരൽ മുകളിലേക്ക്, മുകളിൽ സൗത്ത് വന്നാൽ ചൂണ്ടുവിരൽ താഴത്തേക്ക്. അതായത് ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെയല്ലേ ജോഗ്രഫിയിലൊക്കെ നോർത്തും സൗത്തും അടയാളപ്പെടുത്തുക. മുകളിൽ നോർത്ത് വന്നാൽ ചൂണ്ടുവിരൽ മുകളിലേക്ക്, താഴെ സൗത്ത് വന്നാൽ ചൂണ്ടുവിരൽ താഴത്തേക്ക് ഇങ്ങനെ പിടിക്കുക. ബാക്കി നിങ്ങൾക്ക് മറ്റു വിരലുകളൊക്കെ ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം. എന്താണ് ചോദ്യം? ഇതാ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഉപകരണത്തിന്റെ രേഖാചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഏത് ഉപകരണമാണെന്ന് ചോദിച്ചില്ല. ഐഡന്റിഫൈ ദ ഡിവൈസ് ആണ്. നമുക്കറിയാം ലൗഡ് സ്പീക്കറാണ്, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, എന്താ പറയുക, ചലിക്കും ചുരുളിൽ ലൗഡ് സ്പീക്കർ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഒരു ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോറാണ്. എന്താ പറയുക? ഇതൊരു ലൗഡ് സ്പീക്കറാണ്. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തനം, അതായത് വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനം, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ എന്ന് ഓർത്ത് വയ്ക്കാം. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു ഓർത്ത് വയ്ക്കാം. അല്ലെ, വൈദ്യുതോർജ്ജം എന്ത് ചെയ്യുന്നു? ശബ്ദോർജ്ജമായി മാറുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതാനാണ്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ ഇതിനെ നമ്മൾ ഡയഫ്രം, ബി എന്നുള്ളത് ഡയഫ്രം ആണ്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ വോയിസ് കോയിൽ തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഓരോന്ന് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഷീൽഡ് തന്നിട്ടുണ്ട്, ഇതിനുള്ളൊരു വോയിസ് കോയിൽ ഉണ്ട്, അതേപോലെ ഒരു ഫീൽഡ് മാഗ്നറ്റ് വരുന്നുണ്ട്, ഒരു കണക്റ്റിംഗ് വയർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ആ പേരുകളെ അടയാളപ്പെടുത്തുക. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട്. ഏറ്റവും പ്രധാന ഭാഗം ഈ ഡയഫ്രം ഓർത്ത് വയ്ക്കുക, വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ്, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി ഈ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണത്തിന്റെ പേര് ഏതാണ്? ഇലക്ട്രിക് മോട്ടോർ വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണത്തിന്റെ പേര് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ്? ഇലക്ട്രിക് മോട്ടോറിൽ ഫാന്, മിക്സി, ഗ്രൈൻഡർ ഒക്കെ ഇലക്ട്രിക് മോട്ടോറിലാണെന്ന് ഓർത്തേക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ എഴുതുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനത്തെ ചോദ്യം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? NS എന്നീ ധ്രുവങ്ങൾക്കിടയിലുള്ള തടിക്കഷത്തിൽ മെർക്കുറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മെർക്കുറി വെച്ചിട്ടുണ്ട്. മെർക്കുറിയെ സ്പർശിച്ചിരിക്കുന്ന സ്വതന്ത്രമായി കറങ്ങാൻ കഴിയുന്നൊരു ലോഹപ്പൽചക്രം. ഇവിടെ ലോഹപ്പൽചക്രം ഈ മെർക്കുറി ടച്ച് ചെയ്യുന്നുണ്ട്. വൈദ്യുതി കടത്തിവിടുന്നു. ചക്രം ഏത് ദിശയിൽ തിരിയുന്നു? ഉത്തരം സാധൂകരിക്കുക. ഒന്നുമില്ല, എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചിത്രമൊക്കെ കിട്ടിയാൽ ഇത് ശ്രദ്ധിക്കുക. എന്താണ്? ബാറ്ററിയുടെ ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ആക്കി, കറണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്?
കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് താഴത്തേക്ക്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്. അപ്പോൾ തമ്പ് ഇങ്ങോട്ടാണ് വരിക. തമ്പ് എങ്ങോട്ടാണ് വരുന്നത്? ഇങ്ങോട്ടാണ് വരുന്നത്. ഒന്നുകൂടി എടുത്തേക്കും. നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ, ഈ ചിത്രത്തിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുക, കറണ്ട് നേരെ താഴത്തേക്ക്. അപ്പോൾ സെൻറ്റർ ഫിംഗർ താഴത്തേക്ക് പിടിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പിടിച്ചാൽ മതി. ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് സെൻറ്റർ ഫിംഗർ താഴത്തേക്ക് വെച്ചു, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് വെച്ചു. അപ്പോൾ തമ്പ് എന്ത് ചെയ്യുന്നു? ഈ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. തമ്പ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്. അപ്പോൾ തമ്പ് ഇങ്ങോട്ടാണ് വരിക. തമ്പ് എങ്ങോട്ടാണ് വരുന്നത്? ഈ ഭാഗത്തേക്കാണ് തമ്പ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കറണ്ട് താഴത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, തമ്പ് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുക? ഇങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഇത് ആൻറ്റി ക്ലോക്ക്. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക? ആൻറ്റി ക്ലോക്ക്. ആൻറ്റി ക്ലോക്ക് ഓർത്ത് വയ്ക്കുക. ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നിങ്ങൾ എഴുതേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതായത് ഓർത്ത് വയ്ക്കുക, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത് എന്ന് എഴുതിയേക്കുക അല്ലേ? അതേപോലത്തെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഡൗൺവേർഡ്, അതായത് ടോപ്പ് ടു ബോട്ടം എന്ന് എഴുതിയേക്കുക.